ജാഗ്വർ എന്ന് പറയുന്നത് ഇന്ന് 62 വർഷത്തെ ലെഗസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് ഇങ്ങനെ അഭേദ്യമായ ഒരു ബന്ധം ജാഗ്വർ ഉണ്ടാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ചതിക്കുഴികൾ രൂപപ്പെട്ട പട്ടാമ്പി ടൗൺ. മഴയിൽ വലിയ തകർച്ചയാണ് ടൗണിലെ പാതയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. മഴ വിട്ടു നിൽക്കുമ്പോഴും കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിലാണ് പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച പരിതാപകരമായ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നത്. വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധ ഒന്നു പാളിയാൽ പിന്നെ ഇങ്ങനെയിരിക്കും. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ അവസ്ഥയാണെങ്കിൽ ഇന്ന് റോഡിലെ കുഴികളിലെ വെള്ളം വറ്റി യഥാർത്ഥ ചിത്രം വ്യക്തമായി. ബസ് സ്റ്റാൻഡ് മുതൽ പെരിന്തൽമണ്ണ റോഡ് വരെയും ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയും ഷൊർണൂർ റോഡിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. മേലെ പട്ടാമ്പിയിൽ പലയിടത്തും വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. സാഹസിക യാത്ര തന്നെ റോഡിലൂടെ നടത്തണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരുപാട് ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ഹോസ്പിറ്റൽ കേസായാലും അതുപോലെ തന്നെ പട്ടാമ്പി ടൗണിൽ മുഴുവൻ ബ്ലോക്കിൻ്റെ ഒരു കാരണം ഈ കുഴികളാണ്. ഈ കുഴികൾ കയറി ഇറങ്ങി വണ്ടികൾ പോകുമ്പോൾ ബാക്കിലുള്ള വണ്ടികളൊക്കെ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് ഉള്ളത്. ഏതായാലും അധികൃതർ എത്രയും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടല്ലാതെ ജനങ്ങളുടെ അതിൻ്റെ പുറമേ ഇപ്പോൾ പാല അടച്ചിട്ടുള്ള പ്രശ്നം. ബസ്സുകൾ പട്ടാമ്പി ടൗണിലൊരു മരിച്ച ഒരു വീട് മാതിരിയുള്ള ഒരു അവസ്ഥയിലാണ്. ആകെ ശോകമുഖമായിട്ടുള്ളൊരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഈ അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ടൗണിലെ റോഡ് തകർച്ച എക്കാലവും ഉള്ളതാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമാണ് യാത്രക്കാരുടെ ആവശ്യം. കുഴികൾ രൂപപ്പെടുമ്പോൾ അത് താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി പരിഹരിക്കാനെങ്കിലും അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. ഫാമിലിക്കൊന്നും ശരിക്കും വിശ്വസിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല. ഫാമിലി ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബാക്കിലിരിക്കുന്ന ആൾ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വളരെ മോശം പറയുന്നത് അത്ര ശരിയല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക ക്വാളിറ്റിയുള്ള സംവിധാനങ്ങളോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതൊക്കെ നന്നാവാൻ സാധ്യതയുണ്ട്. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ആകെ പൊട്ടിപ്പൊലി കിടക്കാറ് റോഡ്. അതുകൊണ്ടിപ്പോൾ വാഹനങ്ങളൊക്കെ കുന്തിച്ചാക്കിയിട്ട് ആകെ ആൾക്കാരുടെ അപകടം എത്ര ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇപ്പോഴത് ശരിയാക്കാൻ എന്താ അറിയില്ല. ചെറിയ കുഴിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് അന്ന് തന്നെ നേരെയാക്കുകയാണെങ്കിൽ ശരിയായിരുന്നു. അത് നോക്കിയപ്പോൾ കുഴികൾ കൂടി വരിക. ഇരുചക്ര വാഹനങ്ങളുടെ സ്ഥിതിയാണ് ഗുരുതരം. ഒരു കുഴി കണ്ട് വാഹനം വെട്ടിച്ചാൽ അടുത്ത കുഴിയിൽ അകപ്പെടുമെന്നതിൽ സംശയം വേണ്ട. മഴ തുടങ്ങിയാൽ കുഴികളിൽ വെള്ളം നിറഞ്ഞുള്ള അപകടം വേറെയും. 2 ദിവസമായിട്ട് ഇപ്പോൾ മഴയില്ലാത്തൊരവസ്ഥയാണ്. ഈ സമയത്ത് ജനങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രയാസപ്പെടുന്ന പട്ടാമ്പിയിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് റോഡ് തകർച്ചയാണ്. അത് ഇങ്ങനെ മുനിസിപ്പാലിറ്റി നിൽക്കുന്ന റോഡടക്കം ടൗണ് മുതൽ ഓങ്ങല്ലൂർ വരെയും വളരെ ദുരിതമായിട്ടുള്ള കഷ്ടപ്പാടോട് കൂടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയിൽ മുനിസിപ്പാലിറ്റിയോ അതല്ലെങ്കിൽ MLAയോ മുൻകൈ എടുത്ത് ഇതിന് ഒരു താൽക്കാലിക ആശ്വാസം നൽകി കുറച്ച് കോർ വേസ്റ്റേജ് കൊടുക്കേണ്ടി കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജനങ്ങൾക്ക് ചെറിയൊരു പരിഹാരമാവും. ടൗണിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കാനുള്ള സംവിധാനമെങ്കിലും അധികൃതർ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം.